എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതരം സംവിധാനമായിട്ട് സംവിധാനവും അതിനോട് പ്രതികരിക്കുന്ന രീതിയും ഒരു പ്രത്യേകതരം പ്രതികരണമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം, ഇപ്പം പാലത്തായി പ്രമാദമായ ഇല്ലാക്കഥ കെട്ടിച്ചമച്ച കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ നമ്മുടെ പാനൂരും പാലത്തായും കടവത്തൂരും മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് പാലത്തായി പീഡനത്തിൻ്റെ പിന്നാമ്പുറത്ത് നടന്ന ഗൂഢാലോചന വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായതാണ്. അതുപോലെ തന്നെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മനസ്സിലായതിന് ശേഷമാണ് ഈ തലശ്ശേരി കോടതി വിധിച്ച ശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ട് ഈ നിരപരാധിയായിട്ടുള്ള പത്മരാജൻ മാസ്റ്റർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പത്മരാജൻ മാസ്റ്ററുടെ കേസ് വളരെ പ്ലാനിങ് നടത്തിക്കൊണ്ട് ഗൂഢാലോചന നടത്തി അതിനെ മാധ്യമരംഗങ്ങളിൽ നിന്ന് ചില വേശ്യ മാധ്യമങ്ങളും അതിൻ്റെ റിപ്പോർട്ടർമാരും, അതുപോലെ തന്നെ ഇസ്ലാം മത ഭീകരവാദികൾ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ, വേറൊരു ഭാഗത്ത് ഈ മതഭീകരവാദികളുടെ ആസനനക്കികളായിട്ട് കഴിയുന്ന കോൺഗ്രസിൻ്റെ കപട മതേതരവാദികളായിട്ടുള്ള തെമ്മാടികൾ, ഇങ്ങനെ നമുക്ക് ഈ ഒരു ശൃംഖല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ പണ്ട് കഴിഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായിട്ട് 2 പീഡന സംഭവങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഈ പറയുന്ന കടവത്തൂർ മുക്കിലപ്പീടിക മേഖലയിൽ നടന്നപ്പോൾ, ഈ പാലത്തായിയുടെ വെളിപ്പാട് അകലെയാണ്. അപ്പം നടന്നപ്പോൾ ഇതിനെപ്പറ്റി ഒരു തരത്തിലും ഒരാൾക്കും പ്രതികരിക്കണ്ട. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ വിഷയം പൊതുസമൂഹം അറിയരുത് എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ വേണ്ടി സന്നദ്ധമാകുന്നത്. നമ്മുടെ മുക്കിൽ പീടികയിലുള്ള ഈ പാലത്തായി പത്മരാജൻ മാസ്റ്ററുടെ ഈ കള്ളക്കേസ് വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വേവലാതി ഉണ്ടായിരുന്നത് ഇസ്ലാം മത ഭീകരവാദികൾക്കും ഇവിടുത്തെ കപട മതേതരവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാർക്കുമായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ അധികാരികൾ ഞങ്ങളാണ് ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവർ നിരന്തരം പാലത്തായി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഈ അവരുടെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇവിടെ പുല്ലൂക്കര നമ്മുടെ മനസൂർ, ഈ ലീഗ് പ്രവർത്തകനായിട്ടുള്ള മനസൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷുഹൈൽ, ഈ ഷുഹൈൽ മലപ്പുറം ഭാഗത്ത് നിന്ന് പ്രായപൂർത്തിയാവാത്ത 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് കല്ലിക്കണ്ടിയിൽ ഒരു ലൈൻ റൂമിൽ കെട്ടിയിട്ട് 16 ദിവസമോ 26 ദിവസമോ മാസങ്ങളോളം ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. 16 വയസ്സുള്ള പെൺകുട്ടിയെ. അതെല്ലാം ഞമ്മൻ്റെ സ്വന്തം ആളുകളായതുകൊണ്ട് അതോ ഈ മതേതര പീഡനമാണോ എന്നാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോടും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരനോടും ഇവിടുത്തെ ഇസ്ലാം മത ഭീകരവാദികളായിട്ടുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളോടും നമുക്ക് ചോദിക്കാനുള്ളത്. ഈ സുഹൈൽ CPMൻ്റെ കൊടും ക്രിമിനലാണ്. പുല്ലൂക്കര മുക്കിൽപീഠ്യമാണ് സ്വദേശം. ഈ സുഹൈൽ പല കേസിലും പ്രതിയാണ്. ഇവിടെ സ്വന്തം വീട്ടു പരിസരത്തുള്ള മൻസൂർ എന്ന് പറയുന്ന ലീഗുകാരനായിട്ടുള്ള ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയാണ് സുഹൈൽ. അപ്പോൾ ഈ സുഹൈലിൻ്റെ പീഡന വിവരം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഈ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാകേഷൊന്നും അറിയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? പപ്പൻ മാസ്റ്ററുടെ വിഷയത്തിൽ, പത്മരാജൻ മാസ്റ്ററുടെ വിഷയത്തിൽ ഇത്രയും വലിയ വേവലാതി കാണിക്കുന്ന നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള പുല്ലൂക്കരയിലെ സുഹൈലിൻ്റെ ഈ അതിക്രൂരമായിട്ടുള്ള പീഡനം, ഒരു കുട്ടിയെ മറ്റൊരു ജില്ലയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടുവന്നിട്ട് കല്ലിക്കണ്ടി ഒരു വീട്ടിൽ താമസിപ്പിച്ച് അവിടെ കെട്ടിയിട്ട് 16 ദിവസത്തോളം ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ഇത് പോലീസ് എടുത്ത കേസാണ്, അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇതിനെന്തേ പ്രതികരിക്കാതെ?
ഇത് എന്തുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാം മത ഭീകരവാദികളും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ ഇവിടെ പിന്നെ ഇവരുടെയൊക്കെ വായിൽ പഴമായിരുന്നു. ഒരുത്തനും ഇതിനെപ്പറ്റി ഒരു സിംഗിൾ വേർഡ്, ഒരു വാക്ക് ഇതുവരെ സംസാരിച്ചതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള പിന്നെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രതിചേർക്കപ്പെടുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന നിങ്ങളുടെ കുൽസിത സംവിധാനങ്ങൾ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒന്ന്. രണ്ടാമത്, ഇതേ പുല്ലൂക്കര മുക്കിൽപീടിക വിളിപ്പാടകലെ പുല്ലൂക്കര ടൗണിനോട് ചേർന്നിട്ട് ഫൈസൽ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇതാ ഇപ്പോൾ ഒരു 4-5 ദിവസം ഒരാഴ്ചയായിട്ട് ഫൈസലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോക്സോ നിയമപ്രകാരം പോലീസ്. അപ്പോൾ ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി 2022 മുതൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടിയെ പിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. കടയിലും ഗോഡൗണിലും ഒക്കെ കൊണ്ടുപോയിട്ട് 3 വർഷമായിട്ട് ഈ ഫൈസൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പിന്നെ ഉണ്ടായി. എന്തുകൊണ്ട്? ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചെറ്റകൾ ഇതിനെതിരായിട്ട് ശബ്ദിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ വാദോരാതെ മതേതരത്വത്തെപ്പറ്റി സംസാരിക്കുന്ന കപട മതേതരവാദികളായിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഈ വിഷയത്തെ പറ്റിയിട്ട് ഒരു വാക്ക് സംസാരിച്ചത് നമ്മൾ ആരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ എടാ പരമനാറികളെ, കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെ കോൺഗ്രസ്സുകാരെ, നിങ്ങളെന്താ ഒരു വിഭാഗത്തിന് നേരെ മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പിന്നെ ഈ ഒരു സംവിധാനം പാലത്തായി ഇല്ലാത്ത കേസ് പടച്ചു വിട്ടുകൊണ്ട് അതിനെ വലിയ സംവിധാനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ പാലത്തായി പീഡന കേസ് പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന വൻ്റെയൊക്കെ കാലിൻ്റെ അടിയിൽ ഇത്രയും വലിയ പീഡനങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആരും അനങ്ങുന്നില്ല? എന്താ നിങ്ങൾക്ക് പറ്റിയത്? അപ്പോൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാം മതകാരികളെ പീഡിപ്പിച്ചാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. അതെന്ത് പീഡന? മതേതര പീഡനമായതുകൊണ്ടാണ്. അതുകൊണ്ട് മക്കളെ, ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങൾക്കും ഒക്കെ വളരെ കൃത്യമായിട്ടറിയാം. പാലത്തായി പീഡന സംവിധാനം കെട്ടിച്ചമച്ച മാധ്യമക്കാരും അതുപോലെ തന്നെ മാധ്യമം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരു മാന്യമായ ഭാഷ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. വേശ്യത്തരം കാണിക്കുന്ന മാധ്യമ വേശ്യകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമക്കാരും പിന്നെ ഇവിടെ ഇത്തരത്തിലുള്ള കേസ് വരുമ്പോൾ ആദ്യം ഇവിടുത്തെ CPMന്റെ ഉന്നതന്മാരായിട്ടുള്ള കണ്ണൂർ ജില്ലയുടെ നേതാക്കന്മാരൊക്കെ പ്രതികരിക്കും. അവരുടെയൊക്കെ സ്ഥിതിയൊക്കെ നാട്ടിലെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. CPMകാർക്ക് തന്നെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ CPMകാർക്ക് ഇത്ര വേവലാതി പത്മരാജൻ മാഷയുടെ കാര്യത്തിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നാദാപുരത്ത് പിന്നെ തെരുവമ്പറമ്പിൽ ഈന്തുള്ളതിൽ ബിനു എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇല്ലാത്ത ഒരു കേസ് പറഞ്ഞുകൊണ്ട് ഒരു നിസ്കാരപ്പായിലിട്ട് നബീസുവിനെയും നബീസുവിൻ്റെ മകളെയും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട DYFIയുടെ അവിടുത്തെ ലോക്കലായിട്ടുള്ള നേതാവിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും ആ കേസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ജാമ്യത്തിൽ വന്നതിന് ശേഷം കല്ലാച്ചി ടൗണിൽ നിൽക്കുമ്പോൾ ആ ടൗണിൽ നിന്ന് STPI മതഭീകരവാദികൾ ഈ ബിനു എന്ന് പറയുന്ന പാവപ്പെട്ട ഹിന്ദു ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം മുമ്പേ ഉണ്ടായിരുന്നു. അന്ന് കേരളം ഭരിക്കുന്നത് പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS നമ്പൂതിരിപ്പാട്ടിൻ്റെ സർക്കാരാണ്. അപ്പോൾ ഈ പിന്നെ സംഭവങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് വിലയിരുത്തണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈന്തുള്ളതിൽ ബിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് കാര്യം ഒന്ന് അന്വേഷിച്ച് പഠിച്ചതിന് ശേഷം പാലത്തായി വിഷയത്തെപ്പറ്റി നിങ്ങൾ സംസാരിച്ചാൽ മതി. അതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരൻ്റെ വിഷയത്തിൽ പോലും ഇടപെടാൻ പറ്റാത്ത നാണം കെട്ട നാറികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പാലത്തായി വിഷയത്തെ വളച്ചൊടിച്ച കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്, നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പാലത്തായി അതിനുള്ള നന്ദി ഇസ്ലാം മത ഭീകരവാദികൾ വോട്ടിലൂട്ടെ പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ കോൺഗ്രസിനെ UDFനെ പരാജയപ്പെടുത്തിക്കൊണ്ട് CPMനെ വിജയിപ്പിച്ച കാര്യമൊക്കെ അവർ നന്ദി സൂചകമായി ചെയ്ത കാര്യമൊക്കെ നമ്മളെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ണടച്ച് പാല് കുടിച്ചാൽ പൂച്ച മാത്രമേ അത് കാണാതിരിക്കൂ. പുറത്തുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായ അറിവും കാഴ്ചപ്പാടും ഇതിലുണ്ട്. അപ്പം പാലത്തായി പീഡന കേസ് പ്രിയമുള്ളവരെ വളരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഒരു അധ്യാപകൻ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതികരിച്ചു, അല്ലെ തൻ്റെ നിലപാട് അറിയിച്ചു എന്നുള്ളത് കൊണ്ട് ആ അധ്യാപകനെ സ്കൂളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ഇവർ നടത്തിയ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ
ഒരു ഗൂഢ തിരക്കഥയുടെ ഭാഗമാണ് ഈ പാലത്തായി കേസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പത്മരാജൻ മാസ്റ്ററെ നിരുപാധികം ഇപ്പോൾ കോടതി ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കോടതി ഒന്നും കാണാതെ ഒന്നും ജാമ്യത്തിൽ വിടില്ല. തലനാരിഴ കീറി പരിശോധിച്ചതിന് ശേഷം ആണ് ഈ ഈ കീഴ്ക്കോടതി ശിക്ഷിച്ച കേസ് സ്റ്റേ ചെയ്യുകയും ആ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പത്മരാജൻ മാസ്റ്റർക്ക് പിന്നെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പത്മരാജൻ മാഷെ കുടുക്കിയ ഒരു മക്കളെയും അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിങ്ങളെ എണ്ണി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കൊണ്ട് ഈ കേസ് സത്യസന്ധമായി അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ മുഴുവൻ പരമനാറികളെയും ഞങ്ങൾ പുറത്ത് വലിച്ചു കൊണ്ടുവരും. നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ ഇതിവിടെ വെച്ച് നിർത്തിക്കളയും എന്നൊന്നും നിങ്ങളാരും വിചാരിക്കണ്ട. അപ്പോൾ ഒരു മറ്റുള്ളവർ പീഡിപ്പിച്ചാൽ അനങ്ങാതിരിക്കുകയും ഈ മറ്റൊരു മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചില കേസുകൾ പ്രതിചേർക്കപ്പെടുമ്പോൾ അതിനെ വളരെ തന്ത്രപരമായി ഗൂഢാലോചന നടത്തി ആ സമൂഹത്തെയും ആ സമുദായത്തെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും ആ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ഈ ഭീകരവാദികളുടെ ഈ അഴിഞ്ഞാട്ടത്തെ ഇവിടെ ഈ പാലത്തായി കേസോടുകൂടി നിർത്തലാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിചാരിക്കണ്ട ഇതങ്ങനെ വെറുതെ വിടുന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പല പീഡനങ്ങളിൽ പല പ്രതികരണ രീതി, നിങ്ങളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയോ? ഈ പുല്ലൂക്കരയിലെ സുഹൈൽ പീഡിപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ? ഒരു പാവപ്പെട്ട ചെറിയ പെൺകുട്ടിയെ കെട്ടിയിട്ട് മലപ്പുറത്ത് നിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് 16 ദിവസത്തോളം കല്ലിക്കണ്ടിയിൽ ഒരു റൂമിൽ വെച്ച് പീഡിപ്പിച്ചപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? അതുപോലെ തന്നെ ഈ ഫൈസൽ സ്വന്തം വീട്ടിൻ്റെ അരിയത്തുള്ള ഒരു കുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കടയിലും ഗോഡൌണിലും കൊണ്ടുപോയി പീഡിപ്പിച്ചപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ പ്രതികരണ ശേഷി എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിന് മനസ്സിലാവും. അതുകൊണ്ട് പാലത്തായി പീഡനത്തിൻ്റെ പിന്നെ ഇതും പേറിക്കൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഇതിന് സമാധാനം പറയേണ്ടി വരും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പത്മരാജൻ മാഷുടെ പ്രസ്ഥാനവും അതുപോലെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാം. തിരുവമ്പറമ്പിലെ നാദാപുരത്ത് ഇല്ലാത്ത കള്ളക്കേസ് കെട്ടിച്ചമച്ച് ബിനുവിനെ പ്രതിയാക്കി അതിലൂടെ ആടിനെ പട്ടിയാക്കി പട്ടിയെ തല്ലിക്കൊന്ന ബിനുവിനെ വെട്ടിക്കൊന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതുപോലെ നിങ്ങൾ തന്ത്രപരമായി ഈ മറ്റ് ചില ഭീകരവാദികളുടെ ഒത്താശയോടുകൂടി പാലത്തായിലും അത്തരം വിക്രിയകൾ ഒപ്പിക്കാമെന്നുള്ള നിങ്ങൾക്കൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ നിങ്ങൾ മടക്കി 4 പോക്കറ്റിൽ വെക്കുക. ഇത് തെരുവമ്പറമ്പത്തെ ഈന്തുള്ളതിൽ ബിനുവല്ല, ഇത് പാലത്തായിലെ പത്മരാജനാണ്. അതുപോലെ തന്നെ തെരുവമ്പറമ്പത്തെ ബിനുവിൻ്റെ പാർട്ടി മൂഞ്ചിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇത് പാലത്തായി പത്മരാജൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ആ പാലത്തായി പത്മരാജൻ്റെ പാർട്ടി പ്രസ്ഥാനം സംഘപരിവാർ പ്രസ്ഥാനമാണ് എന്നുള്ള കൃത്യമായ ബോധവും ദിശയും നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പാലത്തായി കേസ് കെട്ടിച്ചമച്ചതാണ്, അത് സെമിറ്റിക്കായി ഉണ്ടാക്കപ്പെട്ടതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ആർക്കും. അതുകൊണ്ട് പത്മരാജൻ മാഷക്ക് നീതി ലഭിച്ചു. അപ്പോൾ മാഷയുടെ കൂടെ കട്ടയ്ക്ക് നമ്മളുണ്ട്, മാഷയുടെ പ്രസ്ഥാനമുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇത്തരം പീഡന സംവിധാനങ്ങൾ വരുമ്പോഴെങ്കിലും മറ്റ് പീഡനമെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ട കഴിവെങ്കിലും നിങ്ങൾക്ക് വേണം. അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. അതുകൊണ്ട് മറ്റ് പീഡനങ്ങൾ കാണുമ്പോൾ വായടഞ്ഞു പോന്ന പിന്നെ ഇവിടുത്തെ ഈ കപട മതേതരവാദികൾക്കും ഭീകരവാദികളുടെ ആസന നക്കികൾക്കും എല്ലാം നല്ല നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം.